ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് അത്യാവശ്യം നല്ല സ്ഥല സൗകര്യം കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മീഡിയം ബഡ്ജറ്റിലുള്ള ഒരു വീടാണ്. അത്യാവശ്യം ഈ വീടിനാണെങ്കിൽ കുറെ പ്രത്യേകതകളുണ്ട്. അതായത് എല്ലാ കാര്യങ്ങൾക്കും സെപ്പറേറ്റ് ഏരിയ. അതാണ് ഈ വീടിന്റെ ഏറ്റവും വലിയ. അതെല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. കാരണം ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ ഈ വീഡിയോ തന്നെ പറയുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഫുൾ ഡീറ്റെയിൽ കേട്ടതിന് ശേഷം മാത്രം വിളിക്കുക. അപ്പൊ വേണ്ട, നല്ല അടിപൊളി ഒരു വീടാണ്. അപ്പൊ എല്ലാവരും ഈ വീടിന് ഒരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ എന്റെ സബ്സ്ക്രൈബേഴ്സിന് അറിയാം, ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്ന വീഡിയോ കംപ്ലീറ്റ് അത്യാവശ്യം സ്ഥല സൗകര്യം കാര്യങ്ങളൊക്കെ ഉള്ള വീടായിരിക്കുള്ളൂ. അതുപോലെ തന്നെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണിത വീടുകളാണ് നമ്മൾ ഏറ്റവും കൂടുതലും ചെയ്യണം. കാരണം അതൊന്നും വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കംപ്ലൈന്റ് ഉണ്ടാവില്ല. നല്ല ഏരിയ, അതായത് നല്ല ഡീസന്റ് ആയിട്ട് പണിതേക്കായിരിക്കുള്ളൂ. കാരണം സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണിയുമ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യത്തിനും ഒരു കുറവുണ്ടാവില്ല. കാരണം എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ആയിരിക്കുള്ളൂ. അപ്പൊ ആ ഒരു സെറ്റപ്പ് ഇവർ ഇവിടുന്ന് താമസം മാറണേണ്. അപ്പൊ അത് കാരണമാണ് ഈ വീട് കൊടുക്കണം. അല്ലാണ്ട് എത്ര വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാം. 2 വലിയ വണ്ടി പാർക്ക് ചെയ്യാനുള്ള കാർ പോർച്ച് ഉണ്ട് ഈ വീടിന്. അങ്ങനെ എല്ലാ സെറ്റപ്പുള്ള ഒരു വീട്. അത്യാവശ്യം നല്ലൊരു പൂന്തോട്ടമൊക്കെ സെറ്റ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അത്യാവശ്യം ചെടിയും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് അത്രയും എന്താ പറയണ, നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോ അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇത് എന്റെ സബ്സ്ക്രൈബേഴ്സിനല്ലോ. കാരണം ഞാൻ അതേപോലെ തന്നെ ഒരു വീട് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അതിന്റെ ഓണറോട് എല്ലാ കാര്യങ്ങളും സംസാരിച്ച് അത് മാക്സിമം നിങ്ങൾക്ക് എന്ത് വിലക്ക് തരാൻ പറ്റും. കാരണം അവർക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ, കാരണം ഒരുപാട് കഷ്ടപ്പെട്ടായിരിക്കും അവരും വീട് വെച്ചേക്കണം. അപ്പൊ അവർക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് ഏറ്റവും ലാസ്റ്റ് റേറ്റിനാണ് നമ്മൾ വീഡിയോ ചെയ്യണത്. അവരോട് നമ്മൾ സംസാരിക്കും. കാരണം ആ നാട്ടിലുള്ള സ്പോട്ടിലുള്ള വില കാര്യങ്ങളെല്ലാം സംസാരിച്ച് ആ ഒരു ന്യായമായ രീതിക്കുള്ള വിലയെ നമ്മൾ ഇടാറുള്ളൂ. ഈ വീടിന്റെ സിറ്റ് ഔട്ടാണ് ഈ കാണുന്നത്. നമുക്ക് ഈ വീടിന്റെ അകത്തെ കാഴ്ചകൾ കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാട്ടോ. ഇതാണ് ഈ വീടിന്റെ ലിവിങ് ഏരിയ ഉണ്ട്. അത്യാവശ്യം നല്ലൊരു ലിവിങ് ഏരിയ, അത്യാവശ്യം സൗകര്യങ്ങളാണ്. ഈ വീടിനാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ട് അതിനെല്ലാം സെപ്പറേറ്റ് സൗകര്യങ്ങളാണ്. ഇപ്പൊ നമ്മുടെ ലിവിങ് ഏരിയ നിങ്ങൾ കണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഡൈനിങ് ഹാള് കാണാം. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഹാളാണ് ഈ വീടിനുള്ളത്. ഉണ്ട്, അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഹാള്, അതും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സൂക്ഷിച്ചേക്കണം. ഉണ്ട്, അത്രയും നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു വീട്. ഇവിടെ നിങ്ങളുടെ വാഷ് കൗണ്ടർ ഏരിയ ഉണ്ട്. അതൊക്കെ നല്ല എന്താ പറയുക, നല്ല രീതിക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ ബെഡ്റൂമായിട്ട് വേണം. നമുക്ക് ബെഡ്റൂമായിട്ട് അത്യാവശ്യം കബോർഡ് കാര്യങ്ങൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്.